എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം രക്ഷയെ സംബന്ധിച്ചുള്ള ഉപദേശമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ അതിപ്രധാനമായ ഉപദേശത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം അവസാനമായിട്ട് ചിന്തിച്ചത്. തിരഞ്ഞെടുപ്പിൻ്റെ തൽക്ഷണ താല്പര്യം എന്ന് പറയുന്നത് വൃതന്മാരുടെ രക്ഷയാണ്. എന്നാൽ അതിൻ്റെ ആത്യന്തികമായിരിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വമാണ്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടായിരിക്കും. എന്തായാലും ഒരു സ്കൂളിൽ ചേർന്നാലും, തൊഴിൽ ചെയ്താലും, കൃഷി ചെയ്താലും, ബിസിനസ് നടത്തിയാലും, ഒരു ജോലി കിട്ടിയാലും അതിൻ്റെ ആത്യന്തികമായ മഹത്വം ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് അത് ഉതകുന്നില്ലെങ്കിൽ ആ കൃഷി നമ്മൾ ഉപേക്ഷിക്കണം. ആ പഠിത്തത്തിൻ്റെ കോഴ്സ് നാം ഉപേക്ഷിക്കാം, ആ ജോലി നാം ഉപേക്ഷിക്കാം, ആ ബിസിനസ് നാം ഉപേക്ഷിക്കാം. ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ഞാൻ ചെയ്യുന്നതില്ല, തിന്നാലും കുടിച്ചാലും എന്നാ പറഞ്ഞു. എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിന് വേണ്ടി വേണം ചെയ്യുവാൻ. അപ്പൊ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം തന്നെയാണ്. എന്നാൽ അതിൻ്റെ അടിയന്തിരമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്, നമ്മുടെ രക്ഷയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഇവയാലെല്ലാം നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പിന്നെ ആരും പ്രശംസിക്കാൻ പിന്നെ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കുമ്പോൾ നാം ചെയ്തുപോലെ ദൈവവ മുന്നൊരുക്കിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രക്ഷയാണ് ദൈവത്തിന്റെ അടിയന്തരമായിരിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത്. നിത്യത വരെ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ അടിയന്തരമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ബന്ധപ്പെട്ട ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. യഹൂദനാകാം, സഭയാകാം, അതായത് ഇനിയും തെരഞ്ഞെടുപ്പിന്റെ പരിധിയിൽ വരുന്ന മറ്റ് ആരുമാകാം. 2 തിമോഥെയോസ് 2:21 വായിച്ച്, മാനപാത്രം ആർക്ക് മാനപാത്രം? മനുഷ്യർക്ക് മാനപാത്രമാണ്, പക്ഷെ അതിനേക്കാൾ വേറെ സൽപ്രവർത്തികൾക്കായി ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന് മാനപാത്രമാണ്. നമ്മളെ രക്ഷിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലവരായിരിക്കണമെന്ന് മാത്രമല്ല, നാം ദൈവത്തിന് നല്ലവരായിരിക്കണം. അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ പല വിധത്തിലുള്ള പാത്രങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന പാത്രമുണ്ട്, പശുവിനെ കാടി കൊടുക്കുന്ന പാത്രമുണ്ട്, അനുദിനം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ നാം ആഹാരം കഴിക്കുന്ന പാത്രമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വന്നാൽ കൊടുക്കുന്ന പാത്രമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ ചില പാത്രമുണ്ട്. ഇപ്പോൾ വിദേശത്തു നിന്ന് ആരെങ്കിലും ഒക്കെ ഒരു മാത്രം എടുക്കുന്ന പാത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചില പാത്രങ്ങളുണ്ട്. അത് വരുന്നതായിരിക്കുന്ന ആളുകളുടെ സ്ഥാനവും ബഹുമാനവും ഒക്കെ അനുസരിച്ചാണ്. അതെ, ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്നും കുടിക്കുന്ന ഗ്ലാസ്സിലും കപ്പിലും കൊണ്ടുവന്ന് ചായ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളെവിടെയെങ്കിലും പോയി അതിനുവേണ്ടി ഒരു നല്ല കപ്പ് വാങ്ങിച്ചുകൊണ്ട് വരും പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായിട്ട്. ഞാനും അത്ര ഒരു പ്രധാനപ്പെട്ട ആളാണ്. അതുപോലെയാണ് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ നാം പെരുമാറുന്നത് പോലെ നമുക്ക് ദൈവത്തിന് മുൻപിൽ പെരുമാറാൻ ഒക്കുകയില്ല. പിന്നെ ഒരു വ്യത്യാസം, എല്ലാവരുടെയും മുൻപിൽ പെരുമാറുമ്പോൾ ആരുടെ മുൻപിലാണ് പെരുമാറുന്നത്? ദൈവത്തിന് മുൻപിലാണ് പെരുമാറുന്നത്. കാരണം ദൈവം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടികൾക്ക് അഗോചരമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നാം എവിടെ ഇരുന്ന് എന്ത് ചെയ്താലും ദൈവം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. അത് നമ്മുടെ ലജ്ജ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നാണക്കേടേണ്ട ആവശ്യമില്ലുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണം. അതെ, അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രായോഗിക ജീവിതത്തിലെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഉപദേശമാണ് ദൈവിക തിരഞ്ഞെടുപ്പ്. വളരെയധികം സ്വാധീനം. ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റെ എല്ലാ സംസാരത്തെയും അത് സ്വാധീനിക്കും. പ്രധാനമന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ പരിമിതികളുണ്ട്. നമ്മളൊക്കെ വായി വരുന്ന എന്ത് വിളിച്ച് പറയുന്ന പോലെ പ്രധാനമന്ത്രി വിളിച്ച് പറയാനൊക്കെ ചിലപ്പോൾ ചില പ്രധാനമന്ത്രിമാർ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ലജ്ജിക്കും. അടുത്ത ദിവസത്തെ പേപ്പറിൽ തലക്കെട്ടതായിരിക്കും. പിന്നെ അവർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ
കാരണം അങ്ങനെ പറയാൻ ഒക്കില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. പക്ഷെ പറഞ്ഞു പോയി. ഇനിയിപ്പോ പറഞ്ഞൊന്ന് സമ്മതിച്ച് എന്നെ തെറ്റിപ്പോയി എന്ന് പറയുകയാണ് മാന്യത. പക്ഷെ ആ മാന്യത അവർക്കില്ലാത്തതുകൊണ്ട് പിന്നെ അവര് കിടന്ന് ഉരുണ്ട് കളി. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രായോഗിക വശം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ തിരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. 2 പത്രോസ് 1:10 നാം ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. നാം അതിൽ ഉത്സാഹം കാണിക്കണം. രണ്ടാമത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പിന് യോഗ്യമായി നടക്കണം. തിരഞ്ഞെടുപ്പിന് യോഗ്യമായി നടക്കണം. 1 തെസ്സലോനിയർ 4:7 വായിച്ചേ. ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധി ചെയ്യുവാൻ വേണ്ടിയല്ല, വിശുദ്ധീകരണത്തിന് അത്ര വിളിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊലോസ്യർ 3:15 വായിച്ചേ. അവിടെ നമ്മൾ നടപ്പിന്റെ വേറൊരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് സമാധാന ഹൃദയത്തിൽ വാഴാനാണ്. സങ്കടകരമായ കാര്യം, പലയിടത്ത് ചെല്ലുമ്പോഴും സമാധാനമില്ല. പരാതികളും പരിഭവങ്ങളും അന്യോന്യമുള്ളതായിരിക്കുന്ന വെല്ലുവിളികളും ഒക്കെയാണ്. അങ്ങനെയല്ല, നമ്മൾ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ വാഴുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു വ്യത്യാസമാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് വരുന്നത്. അപ്പോഴാണ് സമാധാനം വരുന്നത്. ഈ ന്യൂനമർദ്ദമൊക്കെ വന്നു കഴിഞ്ഞിട്ട് കടൽ തീരത്തേക്ക് എന്നാൽ എന്താ നമ്മൾ കാണുന്നത്? വലിയ വലിയ തിരമാലകളും ഓളങ്ങളും അടിച്ച് കടല് പ്രക്ഷുബ്ധമായിരിക്കുക എന്ന് പറയാറുണ്ട്. എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ചെല്ലുമ്പോൾ കടൽ ശാന്തമാണ്, വളരെ ശാന്തമാണ്. നമുക്കിവിടെ നോക്കിയാൽ ദൂരെ വരെ കാണാം, ഒരു ചെറിയ ഓളം പോലും ഇല്ല. ആ ഓളമില്ലാത്ത അവസ്ഥയെ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അതാ. അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനത്തെക്കുറിച്ച് ഒരു വർണ്ണന എന്ന് പറയുന്നത് ഓളങ്ങളില്ലാത്തതായിരിക്കുന്ന ജീവിതമാണെന്നല്ല. കടൽ തീരത്ത് എന്നാൽ നമുക്കൊരു പക്ഷിയെ കാണാം. എന്താ അതിന് പറയുന്നത്? അത് ഈ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കും. ഏത് ഓളം വരുമ്പോഴും ഓളത്തിന്റെ മുകളിലായിരിക്കും അത് എപ്പോഴും. എപ്പോഴും അങ്ങനെ ഓളത്തിന്റെ മുകളിലായിരിക്കും. എത്ര ഓളം ഉയർന്നാലും അത് അതിന്റെ മുകളിലായിരിക്കും. അതാണ് വിശ്വാസ ജീവിതം എന്നാണ് പറയുന്നത്. ഓളങ്ങളില്ലാത്തതല്ല. എത്ര ഓളം വന്നാൽ ഇവൻ എവിടെയാന്ന് ചോദിച്ചാൽ ഓളത്തിന് മുകളിലാണ് ഇങ്ങനെ കിടക്കും. അവൻ ഓളത്തിനടിയിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. വിശ്വാസികൾ അങ്ങനെയാണ്. ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുന്നത് അതാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ എന്തൊരു കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊരു ആളുകൾ, എന്തൊരു ശത്രുക്കൾ. അവനെ ക്രൂശിക്കുന്നു, അവനെ കൊല്ലുകയെന്നും, അവനെ രാജാവാക്കണമെന്നും എല്ലാം ഓരോ സമയങ്ങളിൽ ഓരോന്ന്. ക്രിസ്തു അങ്ങനെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു കടലിൽ ജീവിച്ചയാളാണ്. പക്ഷേ ക്രിസ്തു എപ്പോഴും തിരമാലകൾക്ക് മീതെയാണ്, ഒരിക്കലും തിരമാലകൾക്ക് താഴെയായിരുന്നു. പത്രോസ് മുങ്ങിപ്പോന്ന് വിചാരിച്ചു നടന്നപ്പോൾ. പക്ഷെ കർത്താവ് അപ്പോഴും എവിടെയാണ് നടക്കുന്നത്? തിരമാലകൾക്ക് മീതെയാണ് നടക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനാണ്. ആരെന്തെല്ലാം പറഞ്ഞാലും. ഒരു ദൈവദാസനെ ഒരു മനുഷ്യൻ ഒരുപാട് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വായി വന്നതെല്ലാം പറഞ്ഞു. അപ്പൊ അത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ദൈവദാസനെ ചോദിച്ചു, അല്ല സഹോദരന് ഒരു ഭാവവ്യത്യാസം പോകത്തില്ലല്ലോ, ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പോകാനെന്ന് പറഞ്ഞു. അപ്പൊ നാണിച്ചു പോയെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഒരു ആഴ്ചത്തേക്ക് അവനെ നാണക്കേട്. ഇത്രയും ചെയ്ത് ഒരു ദൈവദാസനെ പറഞ്ഞിട്ട് ദൈവദാസൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകനെ. അപ്പൊ ആ മനുഷ്യൻ എന്തോ ഒരു സമാധാനം അനുഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾക്കാതെ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുമോ? അവൻ 2 വാക്ക് പറയുമ്പോഴത്തേക്ക് ഇവനോട് 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ വിളിച്ചത്. എന്ത് സമാധാനം നമുക്ക് സാധിക്കില്ല. പണ്ടൊരു മനുഷ്യൻ കത്തിയെടുത്ത് ഒരു കടാരി എടുത്തിട്ട് തന്നെ ഭാര്യ നേർക്ക് പെട്ടെന്ന് അവിടെ നോക്കി ചിരിച്ചു. ചോദിച്ചു, നീ എന്നെ നോക്കി ചിരിക്കുന്നു? എനിക്ക് കത്തി എൻ്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്നു, പിന്നെ ഞാനെതിരെ മേടിക്കുന്നു. നമ്മൾ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ കൊന്ന്, എന്നെ കത്തിയെടുത്തിട്ട് നാട്ടുകാരെല്ലാം ഓടി എന്താ കത്തിയെടുത്തിട്ട് കുത്താൻ വന്നു. അങ്ങനെയല്ലേ നമ്മൾ പ്രതികരിക്കുന്നത്? എന്താ ഭാര്യ അങ്ങനെ പ്രതികരിച്ചത്? അവൾക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ കൊല്ലുകയില്ല, കൊന്നാലും. പണ്ടൊരു ആൾ പറഞ്ഞ പോലെ, എൻ്റെ ഭർത്താവിന്റെ കയ്യാൽ കൊല്ലപ്പെടുന്നത് ഭാഗ്യമായി ഞാൻ കരുതും. കൊല്ലുവാനാണ് അങ്ങക്ക് താല്പര്യമെങ്കിൽ കൊന്നാക്കെന്ന് പറഞ്ഞു. തൃശ്ശൂർ ജീവിച്ചതായിരിക്കുന്ന ഒരു സൗകര്യ, ഒരു നായർ കുടുംബക്കാരെ, അവർ തന്നെ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിളാണ്. ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യൻ, പറഞ്ഞ പോലെ ചെയ്യുന്ന മനുഷ്യൻ. ഇവര് പള്ളിയിൽ പോകാൻ തുടങ്ങി. എപ്പോഴാണ് അയാൾ അറിയുന്നത്? ബൈബിളുമായിട്ട് ഞായറാഴ്ച രാവിലെ അയാൾ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പല പ്രാവശ്യം പള്ളി പോകലെന്ന് പറഞ്ഞു നായന്മാരൊക്കെ.
പിന്നെ ഞാൻ കിട്ടിയത് ഒരു നായർ പുരുഷനായിട്ട് നായർ സ്ത്രീയായിട്ട് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നു പറഞ്ഞു കേട്ടത്, ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വായിക്കകത്ത് കടിച്ചു പിടിച്ചിട്ട് തലയ്ക്ക് ഇടിക്കും, ആ ഗ്ലാസ് നിറച്ച് ചോരയിടും. ഇനി ഞാൻ ഇങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞു, ഇടിച്ചിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. ഒന്നും അവർ പറഞ്ഞു. ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്നാലും അവർ പോകും. ഒരു ദിവസം ഇദ്ദേഹത്തിന് അങ്ങ് വാശി എടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നീ പള്ളിയിൽ പോയാൽ തിരിച്ചു വരുന്നൊരു തലയാൻ പറ്റുമെന്ന് പറയും. മനുഷ്യൻ പറഞ്ഞാൽ ചെയ്യുന്ന പോലെയാണ്. പിന്നെ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളാൽ എൻ്റെ തല വെട്ടപ്പെടുന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതും. എൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളാൽ എൻ്റെ തല വെട്ടപ്പെടുന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇയാൾക്ക് അങ്ങ് വാശിയും വൈരാഗ്യവും എന്ത് പറയാനാ? ഇങ്ങനെ ഒരു ഭാര്യ പ്രതികരിക്കും വിചാരിച്ചില്ല. ഭാര്യ പോയതായാലും പോയ പുറകെ ഇദ്ദേഹം പറഞ്ഞു, ഇത് എന്താ ഈ പുസ്തകത്തിലുള്ളത്? ഇവിടെ എടുത്തോണ്ട് പോകുന്ന ഈ പുസ്തകത്തിൽ എന്താ ഉള്ളത്? എനിക്കൊന്നും കണ്ടെത്തണമല്ലോ, ഇത് എന്താ ഇതെന്ന്. കൊല്ലുമെന്ന് പറഞ്ഞാൽ അയാൾ എവിടുന്നോ ഒരു ബൈബിള് സംഘടിപ്പിച്ച് അന്നത്തെ ദിവസം ഒരു പാർക്കിൽ പോരുന്നത് വായിക്കാൻ തുടങ്ങി. ദിനമാണ് കിട്ടിയത്. അത് വായിക്കാൻ തുടങ്ങി. വായിച്ച് ചുരുക്കി പറഞ്ഞാൽ അടുത്ത ആഴ്ച വന്നപ്പോൾ വളരെ ശാന്തനായിരിക്കുന്ന ഭാര്യ വന്നപ്പോൾ ഒന്നും പറയുന്നില്ല. അടുത്ത ഞായറാഴ്ച പറഞ്ഞു, ഞാനും വരുന്നെന്ന് പറഞ്ഞു. അയാൾ രക്ഷിക്കപ്പെട്ടു. അയാളെ രക്ഷയിലേക്ക് നടത്തിയത് എന്താ? ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലമായി ഉണ്ടായതായിരിക്കുന്ന സമാധാനം. അതാ തിരഞ്ഞെടുപ്പിന്റെ ഫലമായി ഉണ്ടാകുന്ന സമാധാനം. നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്, രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ ഈ ദൈവസമാധാനം, ക്രിസ്തുവിന്റെ സമാധാനമൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നില്ല. അല്പപ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് നാം ആരാകുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പഴയ മനുഷ്യരാകുന്നു. ഒരു വ്യത്യാസവും ഇല്ല, അതേ മനുഷ്യരാകുന്നു. അയ്യോ, അപ്പോഴത്തേക്ക് നമ്മുടെ ഭാവവും മാറി, നമ്മുടെ വാക്കും മാറി, നമ്മുടെ ബന്ധം എല്ലാം ആകപ്പോടെ മാറി. നമ്മൾ പണ്ടൊരാള് വേറൊരാളുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി വിശ്വാസിയായി. ആ വിശ്വാസി വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വാസിക്ക് ചൂടായി. അപ്പൊ വിശ്വാസി പറഞ്ഞു, എന്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. നിനക്കറിയാമെന്ന് ചോദിച്ചു, എന്റെ പഴയ സ്വഭാവം ഞാൻ കുത്തി മലർത്തുമെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചില വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം മനസ്സിലായി പഴയ സ്വഭാവക്കാരൻ തന്നെയാണെന്ന്. ഇപ്പം മനസ്സിലായി ഒരു വ്യത്യാസവും അച്ചായന് വന്നിട്ടില്ലെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. അല്ലേ? അങ്ങനല്ലേ സത്യം? ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ ശലം പ്രകോപിപ്പിക്കും. അപ്പം നമ്മുടെ തന്നെ സ്വഭാവം എങ്ങനെ പോകുമ്പോൾ ചേരപ്പാമ്പിനെയും മൂർഖൻ പാമ്പിനെയും കണ്ടാവൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് മണൽ വാരി രണ്ടിനെ ഒന്ന് എറിയണം. ചേര എന്ത് ചെയ്തു? ൂന്ന് പറഞ്ഞ ഒറ്റ പോക്ക് പോകും. മൂർഖൻ എന്ത് ചെയ്യും? നമ്മളെ വല്ലവരും അസഭ്യം പറയുകയും നമ്മളെ വല്ലവർക്കും ഉപദ്രവിക്കുകയും നമുക്ക് നഷ്ടം വരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചേരയാണോ മൂർഖനാണോ എന്ന് നമ്മളെ തന്നെ കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾക്ക് തന്നെ മൂർഖന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങനെ അങ്ങ് ഭരിക്കുക, വാഴുകയാണ്. നമ്മുടെ ഹൃദയത്തിലൊരു സിംഹാസനം വെച്ചിട്ട് ആ സിംഹാസനത്തിൽ ക്രിസ്തുവിന്റെ സമാധാനത്തെ കൊണ്ട് രാജാവായി അങ്ങ് ഇരുത്തിയിട്ട് അത് അവിടെ ഇരുന്ന് വാഴുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതങ്ങ് വാഴുകയാണ്. അതൊക്കെ നമ്മുടെ സഭകൾ ഇനി എന്നാ, നമ്മുടെ വിശ്വാസികൾ ഇനി എന്നാ ഉണ്ടാകുന്നത്? ഞാനങ്ങ് അതിശയിക്കുക. ഇത്രയും ഉപദേശമൊക്കെ പഠിച്ചിട്ടും ജീവിതത്തിലേക്ക് എന്താ വ്യത്യാസം വരാത്തത്? അതെനിക്കറിയില്ല കേട്ടോ. അതറിയേണ്ടത് ആവശ്യമാണ്. തീത്തോസ് 2:14 വായിച്ച്. തീത്തോസ് 2:14. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? നാം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കാനാണ്. ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സെലസ് എന്നാണ്. സെലസ് ഫോർ ഗുഡ് വർക്ക്സ്. വളരെ സീലാണ്, ഭയങ്കര ആവേശമാണെന്ന് പറയും. എന്തൊരു ആവേശമാണെന്നറിയാമോ സൽപ്രവൃത്തി ചെയ്യുന്നതിൽ? അതിനുവേണ്ടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവ്, ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ എൻ്റെ ഇടയ്ക്കിലേക്ക് എനിക്കൊരു സൽപ്രവൃത്തി ചെയ്യുവാൻ ആവശ്യമായ യോഗ്യതയുള്ള ഒരു മനുഷ്യനെ ഇന്ന് എൻ്റെ വഴികളിൽ എവിടെയെങ്കിലും നീ കൊണ്ടെത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊണ്ടുവരണം, എനിക്ക് ഇച്ചിരി കാശ് കൊടുക്കാൻ, എനിക്കൊരു ഷർട്ട് കൊടുക്കാൻ, എനിക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ. അങ്ങനെ ദൈവം കൊണ്ടുവരും. ക്യാൻസർ രോഗത്തിന് ചികിത്സയാണ്, കിഡ്നിക്ക് ചികിത്സയാണ്. ഇന്നത്തെ കിഡ്നിക്ക് ചികിത്സ എന്ന് പറഞ്ഞില്ലേ ഒരാൾ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കർത്താവ്, പാവപ്പെട്ട ആരെങ്കിലും കേൾക്കുന്ന ഒരു പ്ലേറ്റ് ബിരിയാണി അവർക്കും കൊടുക്കാമായിരുന്നു. അതിനേ ഉള്ളു പ്രതിഫലം, മറ്റേതൊന്നും പ്രതിഫലമില്ല. അതിന് പ്രതിഫലമുണ്ട്. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിനാ സൽപ്രവർത്തികളിൽ സീൽ, വലിയ ഉത്സാഹം ഉണ്ടായതായി ചെയ്യാൻ. നമ്മൾ കഷ്ടിച്ച് ഞരങ്ങിക്കൊണ്ട് ചെയ്യുന്നവരായിട്ടല്ല. അതിനല്ല തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവർത്തികളിൽ ഭയങ്കര താല്പര്യവും
പറയാറുണ്ട്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൈ കുറച്ച് കാശ് വെച്ചേക്കണം പാവങ്ങൾ കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു വേറൊരു പെട്ടിയോ വല്ലതും വെച്ചേക്കണം വീട്ടിലെ. കർത്താവിന്റെ വീതമക്കാരൻ്റെ പെട്ടിയും പാവങ്ങൾ കൊടുക്കാൻ്റെ പെട്ടിയും അതിൻ്റെ അകത്ത് എപ്പോഴും കാണണം. ദൈവം തരും, അങ്ങനെയാ. അപ്പൊ അതിനുവേണ്ടിയാ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ പിന്നെ തിരഞ്ഞെടുപ്പിന്റെ ഉപദേശവും പ്രായോഗിക ക്രിസ്തു ജീവിതവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് യോഗ്യമായി നടക്കുക, എഫേസ്യർ 4:1 വായിച്ച്. അപ്പൊ എങ്ങനെയാ നടക്കേണ്ടത്? പൂർണ്ണ വിനയവും സൗമ്യതയും ദീർഘക്ഷമയുള്ളവരാണ്. അതിനുവേണ്ടി നമ്മൾ നിങ്ങളെ വിളിച്ചവന് യോഗ്യമാണ്. എങ്ങനെ നടക്കേണ്ടത്? എഫേസ്യർ 4:4 വായിച്ച്. പൂർണ്ണ ഏകപ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. ആ ഏകപ്രത്യാശയ്ക്കായിട്ട് വിളിച്ചത് കൊണ്ട് അതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളാ പറയുന്നത്. കർത്താവ് ഒരുവൻ, ആത്മാവ് ഒരുവൻ, സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, ശരീരം ഒന്ന്, ഇങ്ങനെ 7 ഒന്നുകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. നമുക്ക് വേറൊരു വിശ്വാസിയുമായിട്ട് സന്തോഷത്തോട് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ഒന്നുകൾ അവരിലും ഉണ്ടായിരിക്കണം. പക്ഷെ വിളിച്ചിരിക്കുന്ന ഏകപ്രത്യാശയ്ക്കായിട്ടാണ്. ഏകപ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ മക്കൾക്ക് ജോലി കിട്ടുമെന്നുള്ളതാണോ? റബ്ബർ വെട്ടാമെന്നുള്ളതാണോ? പശു പ്രസവിച്ച് നല്ല പാല് കിട്ടുമെന്നുള്ളതാണോ? ബിസിനസ് നല്ലതാണെന്നുള്ളതാണോ? അതെല്ലാം ഇത് ഏകപ്രത്യാശ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമെന്നും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് നമ്മൾ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുമെന്നും കർത്താവിനോട് വാഴുമെന്നും ഒക്കെയുള്ള നമ്മുടെ പ്രത്യാശയാണ്. ആ പ്രത്യാശയ്ക്ക് വേണ്ടി വിളിച്ചതായിരിക്കുന്ന ആളുകളെ എന്തോ ഒരു സന്തോഷത്തിലാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വ്യസനിച്ചപ്പോഴും ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അവിടെ മുഖത്ത് സന്തോഷം മുഴുവൻ പോകും. യാതൊരു സന്തോഷവുമില്ല. വല്ല പ്രത്യാശയുണ്ടോ കല്യാണത്തെക്കുറിച്ച്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ സങ്കടകരമായിരിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ അല്ല, ഞാൻ കാണാനിടയായ, എനിക്ക് പരിചയമുള്ള ഒരാളും എന്നെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഞങ്ങൾ വീട്ടിൽ പോയി വരികയൊക്കെ ചെയ്യുന്ന ആളാണ്. അവന് കല്യാണമൊക്കെ ആലോചിച്ചത് ഞങ്ങൾക്ക് കരിയും ഗ്രേസിനും ഒക്കെ വളരെ പരിചയമുള്ളൊരു പെൺകുട്ടിയാണ്, നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഇവന്റെ കല്യാണത്തിന് എന്നെയും വിളിച്ചിരുന്നു, ഞങ്ങളെയും വിളിച്ചിരുന്നു. ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോയത്. അപ്പൊ അവൻ പോകുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ നിന്റെ മനസ്സിൽ കൂടി ഇപ്പൊ പോകുന്ന ചിന്ത എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ്. അറുക്കാൻ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു, അതൊരു വിവാഹ സമയത്തേക്ക് പോകുന്ന ഒരു മണവാളന്റെ ചിന്തയല്ലല്ലോടാ, അത് കശാപ്പിന് കൊണ്ടുപോകുന്ന ഒരു ആടിന്റെ ചിന്തയാണെന്ന് പറഞ്ഞാൽ. സങ്കടകരമായ കാര്യം, വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണെന്ന് 4-ാമത്തെ ദിവസം അവൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഈ വിവാഹമോചനത്തിന് വേണ്ടി അച്ഛനൊന്ന് ശുപാർശ ചെയ്യാമെന്ന് ചോദിച്ചു. അവിടെ അപ്പനോട് വന്നത് ഞാൻ ചുരുക്കി പറയാം. അവസാനം എന്ത് ചെയ്യും, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് കോഴിക്കോട് ട്രെയിൻ തല വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ അതിനു വേണ്ടിയല്ലേ വിളിച്ചിരിക്കുന്നത്, പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. നമുക്ക് ദൈവം ഒരുവനാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, രക്ഷ ഒന്നാണ്, സ്നാനം ഒന്നാണ്, സഭ ഒന്നാണ്, പരിശുദ്ധാത്മാവ് ഒന്നാണ്. പിന്നെന്തിനാ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുന്നത്? യാതൊരു കാര്യമില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വിശാലമായ ആഴമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്ന ഒന്നാണ്. 1 തിമോഥെയോസ് 6:12 വായിച്ചേ. അപ്പൊ നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനും വിശ്വാസത്തിന് വേണ്ടി പൊരുതുവാനും നല്ല സ്വീകാരം കഴിച്ചുകൊള്ളുവാനും വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതിനെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ, അനുഗ്രഹങ്ങള്, ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്ന് പറയും, അതുള്ളതാണ്. 1 പത്രോസ് 1:2. അത് യേശു ക്രിസ്തുവിനുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുസരണമുള്ളവരായി രക്തത്താലുള്ള തടിക്കലൊക്കെ പ്രാപിച്ച് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ്. 2:9. 1 പത്രോസ് 2:9. അറിയാം, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനൊക്കെ വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലേ, 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട തീർന്നില്ല. രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെ കുറിച്ചാണ്, 5 പുസ്തകങ്ങളുടെ സാരാംശമാണ് ഇവിടെ പത്രോസ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, അബ്രഹാമിനെ വിളിച്ച ഒരു ജാതിയെ തിരഞ്ഞെടുക്കുന്നതാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവരെ ഒരു പുരോഹിത വർഗമായി ദൈവം മാറ്റുന്ന കാണാം. സംഖ്യാപുസ്തകത്തിലേക്ക്, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധ ജനത്തെ ദൈവം എങ്ങനെയാണ് ഒരുക്കുന്നത്, യാഗങ്ങൾ വഴി, ശുദ്ധീകരണം വഴി. പിന്നെ അവസാനം എന്തായിരുന്നു പറഞ്ഞ്, സ്വന്തം ജനം. ആവർത്തന പുസ്തകത്തിന്റെ സാരാംശം അതാണ് പറയുന്നത്.
മോശയുടെ 4 പ്രസംഗങ്ങൾ ആവർത്തിച്ച് പറയുന്ന ദൈവം നിങ്ങളെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. അപ്പൊ പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമ്മൾ. പഴയ നിയമ ദൈവിക പരിപാടിയുടെ അന്തസ്സത്തെ ക്രീം അനുഭവിക്കുന്നവരാണ്. ക്രീം, തൈര് കടഞ്ഞ അവസാനം വെണ്ണ പൊങ്ങി വരികയില്ലേ, അതാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനവും ദൈവത്തിന്റെ പുരോഹിതവർഗവും വിശുദ്ധജനവും എല്ലാമാണ് നമ്മൾ ദി പീറ്ററിയൻ വേർഷൻ ഓഫ് ദ പെന്ററ്റ്യൂക്കിയൻ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് എന്നാണ്. പഞ്ചഗ്രന്ഥങ്ങളിലെ ആധ്യാത്മിക അനുഗ്രഹങ്ങൾ പത്രോസ് കടഞ്ഞെടുത്ത് പുതിയ നിയമ വിശ്വാസികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വലിയ കാര്യം, ചെറിയ കാര്യമൊന്നും ഒക്കെ പ്രസംഗിക്കണം. ഒക്കെ പ്രസംഗിക്കണം. നമ്മളിങ്ങനെ വായിച്ചെങ്കിൽ നിങ്ങളോ എന്റെ കാര്യത്തിൽ നിന്റെ പ്രകാശത്തെ വിളിച്ച് ഘോഷിപ്പാൻ നിങ്ങൾ തീർന്നു. നമ്മുടെ വായനയും തീർന്നു, ധ്യാനവും തീർന്നു, എല്ലാം തീർന്നു. അങ്ങനെ അത് വായിക്കരുത്. എന്തായി പത്രോസ് പറയുന്നത്? 1 പത്രോസ് 2:21. ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിഷയമാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. നമ്മളെ വിളിച്ചതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക എന്നൊരു കാര്യമാണ്. നെല്ല് വധിച്ച് കള കൊയ്യാൻ വേണ്ടിയാ വിളിച്ചെന്ന് പറഞ്ഞാലേ. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. അങ്ങനെ സഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരാൾക്ക് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. നിങ്ങളൊരാൾക്ക് 5 സെന്റ് സ്ഥലവും കൊടുത്തിട്ട് വീട് വെക്കാൻ കാശും കൊടുത്തു, അതെല്ലാം ചെയ്ത് അവനോട് താമസമാക്കിയ ശേഷം എന്ത് ചെയ്തു? നിങ്ങളുടെ 10 സെന്റ് സ്ഥലം കൂടെ അവനെ കവർന്നെടുത്തു. നിങ്ങളുടെ എങ്ങനെ ഒരു തേങ്ങായും തരുമില്ല, നിങ്ങളെ ഉപദ്രവിക്കാവുന്ന പരമാവധി. അപ്പൊ നിങ്ങൾ പറയണം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ എന്നർത്ഥമായിരിക്കും. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. ഞങ്ങളുടെ അയൽവക്കത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ കള്ളനാണെന്ന് ചോദിച്ചാൽ വലിയ കള്ളനല്ല, പക്ഷെ നല്ല കള്ളനാണെന്ന് ചോദിച്ചാൽ നല്ല കള്ളനും അല്ല. ഒരുമാതിരി കള്ളൻ, എന്നും മോഷ്ടിക്കുന്നു. ഞങ്ങൾ കൃഷി ചെയ്ത അനുഭവം എല്ലാം അയാളെ എടുക്കുന്നത്. എൻ്റെ അമ്മ സൽപ്രവർത്തികൾ ധാരാളം ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് അമ്മ വിചാരിച്ചു, ഈ വല്യപ്പനെ ഞങ്ങൾ വിളിക്കുന്ന 60 വയസ്സുണ്ട് ഞാൻ ചെറുപ്പത്തിൽ, വല്യപ്പനെ മാനസാന്തരപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. അമ്മ വിചാരിച്ച മാനസാന്തരപ്പെടുത്താമെന്ന് വിചാരിച്ചു. അമ്മ സൽപ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ഞാനും അപ്പച്ചനും എല്ലാം കോളേജിലും സ്കൂളിലും ഒക്കെ പോയിരിക്കുന്ന സമയത്ത് അമ്മ വേലക്കാരത്തെ വീട്ട് മാർക്കറ്റിൽ നിന്ന് 1 കിലോ ഇറച്ചിയും വാങ്ങിച്ച് മീനും വാങ്ങിച്ചും ഒക്കെ അമ്മ നന്നായിട്ട് ഒരുങ്ങുന്ന ആളാണ്. ആഹാരം ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മ ഒരുങ്ങി ഒരാളെ വിട്ട് വല്യപ്പനെ വിളിപ്പിച്ചു. വല്യപ്പൻ വന്നു. അമ്മ ഒക്കെ ഇരുത്തി ഇലയൊക്കെ ഇട്ട് വല്യപ്പനെ പ്രധാനമായിട്ട് കൊടുത്തു. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വല്യപ്പൻ മണ്ണെണ്ണ ദേഹത്ത് തേക്കുന്നത്, തലയെ തേക്കുന്നതല്ല, ഒരു മണ്ണെണ്ണയും കൊടുത്തു. എന്നിട്ട് അമ്മ അന്നത്തെ കാലത്ത് ഒരു ദിവസത്തെ കൂലി 1 രൂപ വരാണ്, 2 രൂപയും കൊടുത്തു. 2 ദിവസത്തെ കൂലിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്യപ്പ എനിക്ക് ഒരു അപേക്ഷയുണ്ട്. എന്താ മോളെ കേൾക്കട്ടെന്ന് പറഞ്ഞു. മോളെന്നെ വിളിക്കുന്നത്. എന്താ മോളെ കേൾക്കട്ടെന്ന് പറഞ്ഞു. വല്യപ്പൻ എന്ത് വേണമെങ്കിലും വന്ന് ചോദിച്ചാൽ മതി, തരാം. മോഷ്ടിക്കരുത് ദയവായിട്ട്. ഇനിയും കുഞ്ഞിന്റെ ഒന്നും ഞാൻ മോഷ്ടിക്കയില്ല. അതെ, ഞാനത് കർത്താവിന്റെ നാമത്തിൽ ഉറപ്പ് തരുന്നെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞേച്ച് വല്യപ്പൻ പോയി. വല്യപ്പൻ പോയ വഴി പുറകെ അമ്മ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് ഒരു 100 അടി അങ്ങോട്ട് മാറി ഒരു നല്ല ഏത്തക്കൊല, 7 പടല 6 പടലയുള്ളൊരു കൊലയാ, ഭയങ്കര കാര്യമായിട്ട്. അപ്പച്ചൻ രാവിലെ നോക്കിയിട്ട് പോയിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വെട്ടി വെക്കണമെന്ന് പറഞ്ഞ് പോയതാ. ഈ കൊലയെ മുറിച്ച് തോളെ വെച്ചുകൊണ്ടാ വല്യപ്പൻ പോയത്. അപ്പച്ചൻ സ്കൂളിൽ നിന്നപ്പോ നമുക്ക് കൊല അവിടെ ഇല്ല. അമ്മയ്ക്ക് വല്ലതും പറയാനോ? നമ്മ കാര്യമല്ല പറഞ്ഞു. ഞാൻ എന്നൊരു സൽപ്രവൃത്തി ചെയ്തൊരു മാനസാന്തര പ്രവൃത്തിയാണ് ചെയ്തത്. വല്യപ്പന് മാനസാന്തരപ്പെടും. അപ്പച്ചൻ ഭയങ്കര തമാശയല്ല. അപ്പച്ചൻ ചിരിച്ചു. എന്റെ ഭാര്യയുടെ ബിസിനസ് പ്രവർത്തനം 5 രൂപയും പോയി, ഒരു മണ്ണെണ്ണ പോയി, റൂണിന്റെ കാശും പോയി, അതുപോലെയും അങ്ങ് പോയെന്ന് പറഞ്ഞു. നന്മ ചെയ്തിട്ട് ഉപദ്രവം സഹിക്കുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ. ആ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്തിന്. വിശ്വാസികളായിരിക്കും നമുക്ക്. എന്നിട്ട് വല്യപ്പനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പറയാനായിട്ട് സാധിക്കും? വേറാർക്കും സാധിക്കില്ല. നമുക്കേ അത് സാധിക്കും. നാം അതിനെതിരെ പോലീസ് കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ നാം ദൈവമക്കളൊന്നും അല്ല. കാരണം നമ്മോട് പറഞ്ഞിരിക്കുന്ന നന്മ ചെയ്തിട്ട് കഷ്ടവും നഷ്ടവും ഒക്കെ സഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് ആരെങ്കിലും വരുത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ്? അയ്യോ, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ല. നിങ്ങൾക്കൊരു നഷ്ടം വരുത്തണം, സമ്മതിക്കുകയില്ല അവർ. അതിനല്ലല്ലോ ദൈവം നമ്മളെ വിളിച്ചത്. 3 അധ്യായത്തിന്റെ 1 പത്രോസ് 3-ന്റെ
ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യണം? നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുകയും ശപിക്കുകയും ചെയ്താൽ അവരെ അനുഗ്രഹിക്കുന്നവരായിട്ട് തീരണമെന്നാണ്. അനുഗ്രഹിക്കുന്നവരായിട്ട് തീരണം. ഇവിടെ ആര് പറഞ്ഞു അനുഗ്രഹിക്കൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്ന നമ്മൾ വിടുമോ? നമ്മളെന്താ പറയുക, ഇതിന് ഞാൻ പകരം ചോദിച്ചിട്ട് ഇടങ്ങും, ഇതിന് ഞാൻ പകരം ചോദിച്ചിട്ട് ഇടങ്ങും, ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും, ഞാൻ സഹിച്ച് മടുത്ത് കുറെ നാളായി ഇതെന്നോട് ചെയ്യാൻ തുടങ്ങി, ഞാൻ ഇനി പകരം ചോദിച്ചിട്ട്. അയ്യോ, ഓരോ വിശുദ്ധന്മാരുടെ പ്രതികരണങ്ങൾ കേട്ടാലേ നമ്മൾ അതിശയിച്ചു പോകും. കർത്താവിനാൽ നിത്യതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട് ഇതിനു വേണ്ടിയാണോ? അല്ല, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരും അനുഗ്രഹിക്കുക? നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും കാണും. അനുഗ്രഹിക്കുക എന്നാ ചെയ്തത്? അത് അവരുടെ പ്രതികാരം ചെയ്യാനായിട്ട് നിങ്ങളെ കണ്ട് ചെയ്യാവുന്ന പ്രതികാരമൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയല്ലേ? അനുഗ്രഹിച്ചില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ അർത്ഥവത്താക്കിയില്ല. ദൈവത്തിന് മുൻപാകുന്ന കണ്ടമാനം പരാജയം. സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ മിഷണറിയെ ഒറീസായിലെ അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളെയും ഈ വെച്ച് കൊന്ന കഥയൊക്കെ നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകളും അവരെ രക്ഷപ്പെട്ടു. ഗ്ലാഡിസിന്റെ വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തെ അലിയിക്കുന്ന, എനിക്ക് ആരോടും പകയില്ല, ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. അതാണ് ഈ ഉപദ്രവിക്കുന്നവരെ. ഭർത്താവിനെ ചുട്ടുകൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു, ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് പറയാൻ കഴിവുള്ള ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ രക്ഷയുടെ സന്തോഷത്തിൽ നിന്നൊക്കെ എന്തോ ഒരു കിലോമീറ്ററുകൾ അകലെയായി ഇപ്പോഴും നിൽക്കുന്നത്. ഈ രക്ഷയുടെ പ്രവർത്തനങ്ങൾ വല്ലതും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ സ്വഭാവത്തിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ടോ? പുതിയ സൃഷ്ടികളാണെന്നൊക്കെ നമ്മളിങ്ങനെ ഉപദേശം പറയുന്നതല്ലാതെ വാസ്തവത്തിൽ പുതിയ സൃഷ്ടികൾ വല്ലതുമാണോ? ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ഞാൻ പൊതുവായ സത്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനോടുള്ള നമ്മുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നന്ദിയും താഴ്മയും ഉള്ളവരായിരിക്കുക എന്നാണ്. നന്ദിയും താഴ്മയുള്ളവരായിരിക്കുക. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ സോറ്റീരിയോട് രക്ഷാ വിജ്ഞാനത്തിന്റെ അവസാനമായിട്ട് യഹൂദന്മാരുടെ രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് പര്യവസാനിപ്പിക്കുന്ന ഭാഗമാണ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. വായിച്ച് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെ എല്ലാ യഹൂദന്മാരുടെ രക്ഷയും ജാതിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ എന്നേക്കും മഹത്വമാണ്. എല്ലാ ഇലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. രക്ഷാവിജ്ഞാനി മുഴുവൻ പറഞ്ഞിട്ട് പറയും, ഹാ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അതിൻ്റെയൊക്കെ ആഴം ആർക്കടക്കാൻ കഴിയും? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നിത്യതയിലെ എല്ലാം നിർണയിച്ചു. നമ്മളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കണ്ടു, നമ്മൾ ചെയ്യുന്ന പ്രതികരണങ്ങളും കണ്ടു, നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടു. നിത്യത തുടങ്ങി നിത്യത വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ടാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. തീരുമാനിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ഒരു ദൈവത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു, അയ്യോ അവന്റെ ജ്ഞാനം എന്തോ ജ്ഞാനമാണ്, അവന്റെ അറിവ് എന്റെ അറിവാണ്, അവന്റെ കൃപ എന്നെ കൃപയാണ്, അവന്റെ സ്ഥലത്തിന്റെ മഹത്വം എന്നെ മഹത്വമാണ്. എല്ലാം ചെയ്തു. വളരെ വളരെ മനോഹരമാണ്. ആ ഗ്രേറ്റ് ഡോക്സോളജിയാണ് പൗലൂസിന്റെ ഡോക്സോളജി. പൗലൂസിന്റെ ദൈവത്തിന് മഹത്വം കയറ്റുന്ന മഹത്വ കീർത്തനമെന്നോ എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ളതെല്ലാം പറഞ്ഞേച്ച് അവസാനം കലക്കി കുറുക്കി ഗുണിച്ച് ഹരിച്ചതിന്റെ സത്ത ഇങ്ങനെ പറയാണ്. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വിവേകവും ദൈവത്തിന്റെ പരിപാടിയും ദൈവത്തിന്റെ നിത്യമായ പ്രവർത്തനങ്ങളും അതിൻ്റെയൊക്കെ ആഴം, ഉയരം, നീളം, വീതി ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? പൗലോസ് എന്ന് പറഞ്ഞ വേദശാസ്ത്രി ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഗമാലിയലിന്റെ പാതപെടുത്തിങ്ങനെ പഠിച്ചുകൊണ്ട് ദൈവാത്മാവ് കണ്ണുകളെ തുറക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ, എല്ലാവൊന്നും കിട്ടൂല. ചില സമയത്ത് ചില വേദശാസ്ത്രികളൊക്കെ എഴുതിയ തിയോളജി ബുക്കൊക്കെ ഞാൻ വായിച്ചിങ്ങനെ അതങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ ദൈവമേ, ഈ മനുഷ്യൻ്റെയൊക്കെ ബുദ്ധി, ഈ മനുഷ്യൻ്റെയൊക്കെ വിവേകം, ഈ മനുഷ്യൻ്റെയൊക്കെ ജ്ഞാനം, അവയ്ക്കുണ്ടായിരുന്ന ചിന്താശക്തിയുടെ 1000-ൽ അംശം എനിക്കുണ്ടായിരുന്ന ഞാൻ ആരായിരുന്നു ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും. എങ്ങനെ ഇവരിതൊക്കെ കണ്ടെന്നേ ചില എഴുത്തുകാരൊക്കെ വായിച്ചിട്ടേ അല്ലേ? ജോൺ കാൽവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും സെയിന്റ് അഗസ്റ്റിന്റെ കൺഫെഷനും സിറ്റി ഓഫ് ഗോഡും ഇങ്ങനെയൊക്കെയുള്ള ചില അന്നത്തെ എഴുതിയിരിക്കുന്നതെല്ലാം ശരിയായിട്ടൊന്നും അല്ല, പക്ഷെ അവരുടെ ആ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. എബ്രഹാം കൈപ്പർ
ടോണോവൻ, ഇങ്ങനെയൊക്കെയുള്ള പോലെ പല പല പുരിറ്റൻസും മറ്റെഴുത്തുകാരും ഒക്കെ അവരൊക്കെ എന്തായിരുന്നു അവരുടെയൊക്കെ മൈൻഡ്? അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ യാഥാർത്ഥ്യം അവരുടെ ഹൃദയങ്ങളെ അങ്ങോട്ട് മതിച്ചെന്ന് പറയില്ലേ, പിടിച്ചടക്കി. നമ്മൾ പോലും പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും വേണ്ടി ഓടിച്ചെന്ന് പടച്ചിട്ട് പോലും കഴിച്ചു ഇന്നത്തേക്കുള്ളത്. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ ചെറുപ്പത്തിൽ പോകുമ്പോഴേ എനിക്ക് രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, വെല്ലുമ്പച്ചിയുണ്ട് എൻ്റെ അമ്മയുടെ അമ്മ. അമ്മച്ചി ഉച്ചയ്ക്ക് അരിയൊക്കെ അടുപ്പിട്ടേ അപ്പച്ചനെ വിളിക്കുക, ഏയ് ഓയി എന്നാ വിളിക്കുക, ഓയി. അപ്പച്ച അവിടെ ഇല്ലയോ? ആ വല എടുത്തുകൊണ്ട് പോയി ഒന്ന് വീശിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറയും പാടാന്ന് പറയും. ഞാൻ പൂണിയെടുത്തു. പമ്പയാറിന്റെ ഒരു ശാഖ ഞങ്ങൾ അവിടെ ബസ്സിൽ കൂടാൻ പോകുന്നു. അപ്പച്ചൻ ചെന്ന് 2 വീശിയിട്ട് വലിച്ചു കയറ്റുമ്പോൾ എങ്ങനെയായാലും 2 കിലോ മീൻ കിട്ടും. അതിനകത്ത് വരാൽ കാണും, വാള കാണും, തൂളി കാണും, പരല് കാണും, ഇത് കാണും, ഇതെല്ലാം കൂടെ ചെറുതൊക്കെ കളയും. ഇത് തന്നെ പറയും 2 കിലോ മീനെങ്കിലും കാണും, അതുകൊണ്ട് വരും. അമ്മച്ചി അന്നേരം തന്നെ അതിനെയൊക്കെ വൃത്തിയാക്കി നല്ല വറുത്തും കറി വെച്ച് ഇങ്ങോട്ട് തരും. എന്നോ മീനിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നതൊക്കെ അക്കാലങ്ങൾ അനുഭവിച്ചു. അപ്പൊ ഞാനങ്ങ് വിചാരിക്കുകയാണ്, ഈ 2 ചെറിയ വല എറിഞ്ഞപ്പോ ഇത്രയും കിട്ടിയെങ്കിൽ വലയെറിയാൻ അറിയാവുന്നവരും ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നവരുമായ ആളുകൾ ആ വല അങ്ങോട്ട് താഴ്ത്തി. അല്ല, ചില ആളുകൾ കാണാൻ മുങ്ങി തപ്പി മീനെ പിടിച്ചിട്ട് വരുന്നത് ഒരു ഇറക്കിൽ കാണുമ്പോഴായിരുന്നു. ഞങ്ങൾ ഇത്രയും നിറച്ച് മീനെ കൊണ്ടുവരുന്നത് കാണാം. ഞാനത് കണ്ടിട്ട് അന്തിച്ച് പോയിട്ടുണ്ട്. അതുപോലെ ചില വേദശാസ്ത്രികൾ ബൈബിളിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവൻ പിടിച്ചോണ്ട് വരുന്ന മീൻ നമ്മൾ മേലത്തെ ഒരു പൂഞ്ഞാനെ പിടിച്ചിട്ട് പറയും, കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടി കിട്ടി. ഈ ദേവദാസന്മാരൊക്കെ പറയുന്നത് അതാണ് ഈ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ അഗാധത്വം, ആഴത്വം അത് ആർക്കറിയാനായിട്ട് കഴിയും? ഈ തെരഞ്ഞെടുപ്പിന്റെ ഉപദേശത്തിന്റെ ഒക്കെ ആഴത്തിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ ഒക്കെയില്ല പ്രിയമുള്ളവരെ. നിലയില്ലാ കയം എന്ന് പറയുന്ന പോലെയാണ്, നിലയില്ലാ കയം. പിന്നെ സ്കൂബ ഡൈവിംഗ് ഒക്കെ പഠിച്ചെങ്കിൽ അതിന്റെ അടുക്കി എന്നിട്ട് ചില ചിപ്പികളൊക്കെ വാരിക്കൊണ്ട് വരാനൊക്കെ, അല്ല ഒന്നും വാരിക്കൊണ്ട് വരാനൊക്കില്ല. നമ്മൾ ഈ വലമേളി എറിഞ്ഞ് കിട്ടുന്നതായിരിക്കുന്ന ചില പരലും പള്ളത്തി എന്തുവാ പിന്നെ കിട്ടുന്ന മേളി കിട്ടിയാലേ എന്തൊക്കെയാണ് അതും പിന്നെ അതുപോലെ ഉള്ളതും അതൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതൊക്കെ മതി നമുക്ക്, അല്ലേ? നമുക്കതൊക്കെ മതി. പക്ഷേ മറ്റവരുടെ തീന്മേശയിൽ അതൊന്നുമല്ല. അതൊക്കെ ഒന്നാം തരം സാധനങ്ങളാണ്. ഇതുപോലെയാണ് ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന്റെ, നമ്മൾ ഈ പാദം നനയാനും മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ഇത്രയും സുഖമാണെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി 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 പോയാൽ എത്ര സുഖമായിരിക്കും. അത് ധ്യാനിക്കണം കേട്ടോ, ധ്യാനിക്കണം. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നെന്ന് പറയുന്നത് രക്ഷാനിർണയത്താൽ ഉളവാകുന്ന ആശ്വാസവും സുരക്ഷിത ബോധവുമാണ്. തെരഞ്ഞെടുപ്പിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നാമത് പറയുന്നത് രക്ഷാനിർണയം, അത് മുഖാന്തരം ഉളവാകുന്ന ആശ്വാസവും സുരക്ഷിത ബോധവും. നമ്മുടെ വ്യക്തിപരമായ യോഗ്യതകൾ പരിഗണിക്കാതെ രക്ഷയ്ക്കായി ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നമ്മുടെ അയോഗ്യതകളെയൊക്കെ ദൈവം മനഃപൂർവ്വം മറന്ന് നമ്മെ ദൈവത്തിന്റെ സ്വന്തമാക്കി എന്നറിയുമ്പോൾ അത് നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന സന്തോഷം, എന്തോ ഒരു സന്തോഷം. ചില സന്ദർഭത്തിൽ ദൈവത്തിന് തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെയാണ്, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം. ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ചാൽ തന്നെ ചില ആളുകൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. അതിനകത്ത് സന്തോഷിക്കാനൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടപ്പെട്ട് വേർപ്പൊലുക്കി അധ്വാനിച്ചതായിരിക്കുന്ന 20 കോടി ആളുകളുടെ അല്ലെങ്കിൽ 25 ലക്ഷം ആളുകളുടെ കാശാണ് ഈ ഓന് എടുക്കുന്നത്. ഒരു 10 പൈസയുടെ അധ്വാനം കൂടെ എടുക്കുന്നത്. അതിൽ വലിയ സന്തോഷിക്കാനുണ്ടോ? ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന. എന്നാൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന വിചാരിച്ചോ. നിങ്ങൾ അങ്ങനെ ഒരു കിണർ വെട്ടാൻ, നിങ്ങൾക്ക് വെള്ളമൊന്നുമില്ല, ഒരു കിണർ കെട്ടാൻ അങ്ങനെ വെട്ടി 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 അടിക്കുക എന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഉരുണ്ട പാറ കഷ്ണം കിട്ടി. നിങ്ങളൊരു ചുറ്റിയെടുത്ത പാറ അടിച്ചു പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡയമണ്ട്, ഒരു വജ്രം, വിലയേറിയ കൊഹിനൂർ ഡയമണ്ട് പോലെയുള്ള പറഞ്ഞു. നിങ്ങളത് കിട്ടിയതും നിങ്ങളത് എടുത്തും കൊണ്ട് ഒരു വജ്ര വ്യാപാരം എടുക്കുക ചെന്നിട്ട് അതിന് വില പറയാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 50 ലക്ഷം രൂപ വരാം. ആ സമയത്ത് നിങ്ങൾ മുഖത്തോട്ട് നോക്കണം. 50 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്നോ? എനിക്കെങ്ങും വേണ്ട എന്ന് പറയോ? ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ ഭാഗ്യമല്ലേ. ഞാൻ പറഞ്ഞ അമൂല്യമായിരിക്കുന്ന അനുഗ്രഹം. അതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ രക്ഷാനിർണയത്താലുള്ള ആശ്വാസ സുരക്ഷിത ബോധം എന്ന് പറയുന്നത്.
നല്ല ക്രിസ്തീയ വിവാഹങ്ങൾക്കുള്ളതായിരിക്കുന്ന വിവാഹം, ക്രിസ്തീയ മൂല്യമുള്ള വിവാഹങ്ങളിൽ ഉൾപ്പെടുന്നതായിരിക്കുന്ന ബ്രൈഡിന്, മണവാട്ടിക്ക് അങ്ങനെ ഉള്ള സന്തോഷം എന്തുവെന്നറിയാം? ഈ മനുഷ്യൻ എൻ്റെ ഭാഗത്തിന് എന്ത് തെറ്റ് വന്നാലും ഈ മനുഷ്യനെ ഉപേക്ഷിക്കുകയില്ല, കാരണം അയാളൊരു ദൈവവേദനാണ്. ദൈവനിർണയപ്രകാരം ദൈവനിശ്ചയത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു വിവാഹം എന്നുമാണ് മരണം നമ്മെ വേർപെടുത്തുന്ന പോലെ നാം തമ്മിൽ വേർപെടുത്താകുന്നു എന്ന് അദ്ദേഹം ദൈവസന്നിധി പറഞ്ഞു. ഈസ് എ ജെന്റിൽമാൻ, ഹി വിൽ കീപ് ഹിസ് വാക്ക്. അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഇനി എൻ്റെ ഭാഗത്തിന് എന്ത് തെറ്റ് വന്നാലും മരണം വേർപെടുത്തുന്നവരെ നമ്മെ വേർപെടുത്തും. ഇപ്പൊ ചിലർ അങ്ങനെയാ, മരണം വേർപെടുത്തുന്നവരെ പറഞ്ഞിട്ട് പെട്രോൾ എടുത്ത് തലയിൽ ഒഴിച്ച് തീ കൊടുത്തേക്ക്, എന്നിട്ട് മരണം വേർപെടുത്തുന്നവരെ നാം തമ്മിൽ വേർപെടുത്തുക. ആ വേർപാടല്ല. അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കുന്നവർക്ക് എന്തൊരു ഉറപ്പാ ആ വിവാഹത്തെ കുറിച്ച്? എന്ത് സംഭവിച്ചാലും എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. അതുപോലെയാണ്, എന്ത് സംഭവിച്ചാലും എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. ആ ഇലക്ഷൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഉപദേശം മനസ്സിലാക്കിയപ്പോൾ ഒരു മനസ്സിലാക്കിയത് ഇതാണ്: ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഞാൻ ഈ ഒരു പാവം ചെയ്തു പോയാലും ചെയ്തില്ലെങ്കിലും, എന്ത് ചെയ്താലും എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുന്ന കാര്യമേ ഇല്ല. അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. എന്തൊരാശ്വാസം! ഓരോരുത്തർ ചെറിയ എന്തെങ്കിലും പാവം വന്നതിന് ശേഷം യാതൊരു ആശ്വാസവും ഇല്ലാതെ മനസാക്ഷിക്ക് കുത്തുകൊണ്ട് പ്രാർത്ഥനയില്ല, വായനയില്ല, ഒന്നുമില്ല. മറ്റവർ തെറ്റ് വന്ന ദൈവത്തിനൊക്കെ ചെന്ന് കർത്താവെ തെറ്റ് പറ്റിപ്പോയി, നീ ക്ഷമിക്കുമല്ലോ, നീ എന്നെ തിരഞ്ഞെടുത്താണല്ലോ, നിന്റെ തിരഞ്ഞെടുപ്പ് ഇതെല്ലാം നിനക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങനെയുള്ള തെറ്റും കുറ്റമൊക്കെ ഉള്ള ആളാണ്, എന്നോട് നിരുപാധികം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അങ്ങനെയല്ലേ? ഒരിക്കലും ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി യാത്ര ചെയ്തു. ഒരു സ്ഥലത്തുനിന്ന് യാത്ര ചെയ്ത് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്ന് പഠിക്കുന്ന ഭാര്യയോട് താക്കോൽ വരാൻ പറഞ്ഞു. ഭാര്യ ബാഗിലെല്ലാം നോക്കിച്ച് പറഞ്ഞു, അച്ഛായ താക്കോൽ എടുക്കാൻ മറന്നുപോയെന്ന്. 3 മണിക്കൂർ പോകണം, താക്കോൽ എടുക്കണം. അപ്പോൾ അതും രക്ഷിക്കപ്പെട്ട ആ ദൈവദാസന് ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, ഉത്തരവാദിത്വ ബോധമില്ലാതെ 3 മണിക്കൂർ അപ്പുറത്ത് താക്കോൽ എന്ന് പറയാൻ മറന്നുപോയി എന്ന് പറയാൻ വലിയ എളുപ്പമാണ്. ഉടനെ ആ സ്ത്രീ ഞാൻ വിചാരിച്ചു, എങ്ങനെയാ സ്ത്രീ അച്ഛാ, ബലഹീന പാത്രമാണ്, ക്ഷമിക്കാനല്ലേ കഴിയൂ എന്ന് പറഞ്ഞു. ദൈവദാസന്റെ മുഴുവൻ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അത് തുറക്കാനുള്ള മാർഗം വല്ലതുകൊണ്ട് പറഞ്ഞുതരാൻ പറഞ്ഞു. അടിയുണ്ടായില്ല, പിടിയുണ്ടായില്ല, ചീത്തവിളി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, തള്ളും ഉണ്ടായില്ല, കരച്ചിലും ഉണ്ടായില്ല, പിടിച്ചിലും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. നമ്മളൊക്കെ അത് എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിലും നമ്മുടെ കോപം മുഴുവനും അങ്ങ് ശമിപ്പിക്കത്തക്കവണ്ണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാ ദൈവമക്കളുടെ തെറ്റുപറ്റിപ്പോയി. പിന്നെ ആരോ കൊല്ലന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് അതൊക്കെ തുറന്നു. മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിക്കകത്ത് കയറി. അത് കൂടെ സംഭവിച്ചത് എന്താ? ഭാര്യ താക്കോൽ എടുക്കാൻ മറന്നുപോയി. മറവി എന്ന് പറയുന്ന അത്ര വലിയ കാര്യമാണോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മറക്കുന്നു. മറക്കാത്തത് മറ്റുള്ള തെറ്റ് മാത്രമല്ലേ ഉള്ളൂ നമ്മളെ മറ്റെല്ലാം നമ്മൾ മറക്കില്ലേ? അതേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ മറക്കാത്തത്. അത് മറക്കും. അത് ഈ പശുക്കൾക്ക് ഈ പുറത്തൊക്കെ ഇവിടെയൊക്കെ പൊട്ടിയാൽ ഉടമസ്ഥ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ പശുവിനെ വളർത്തിട്ടുണ്ടോ? 3-4 അലക് ഇങ്ങനെ വെച്ചിട്ടേ ഇവിടെ വെച്ച് കെട്ടും. അല്ലെങ്കിൽ പശുവിന്റെ സ്വഭാവമുണ്ട്, ഈ മുറിവുള്ളിടത്ത് തന്നെ എപ്പോഴും നക്കും. അത് നക്കിയിട്ട് അവിടെ എപ്പോഴും ഒരിക്കലും കരിയത്തില്ല, എപ്പോഴും ചോര വന്നു. അതിന് ഇത് വെച്ച് കെട്ടിയാൽ പിന്നെ പുറമോട്ട് തിരിയാനൊക്കെ ഇല്ല, കമ്പ് പിടിങ്ങനെ. അപ്പൊ അതൊക്കെ കരിഞ്ഞോളൂ. ചില വിശ്വാസികളും അങ്ങനെ, അവർക്ക് ഈ കമ്പ് വെച്ച് കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എപ്പോഴും അവർ ചെയ്ത മുറിവിൽ തന്നെ നക്കിക്കൊണ്ട്, അപ്പൊ എന്നും അത് ചോര വന്നുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ, ചില ആളുകൾ അതിൽ വിദഗ്ധരാ ഈ നക്കലിന്. നമ്മൾ ഈ ഒരു കമ്പ് വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചാൽ ഒരു സമ്മതിക്കുമോ? അവരെവിടെയെങ്കിലും കൊണ്ടിട്ട് ഒരൊറ്റ കമ്പ് കളഞ്ഞിട്ട് പിന്നെ ഇതിനായി മുറിവ് ഇങ്ങനെ ഫ്രഷായിട്ട് ഇതിട്ട് പറ്റില്ലേ? അത് നല്ല പറയുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ക്ഷമ, അത് ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിത ബോധം എന്ന് പറയുന്നത് വലിയ ഒരു ബോധമാണ്. രണ്ടാമത് തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ നമുക്കുള്ള ധൈര്യമാണ്. രാവിലെ ഒരുപടി ട്രാക്റ്റുമായിട്ട് വീട് വരാനുമാണ്. നല്ല കറ തീർന്നതായിരിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെയാണ്, അല്ലെ നിരീശ്വരന്മാരും യുക്തിവാദികളും ഒക്കെയാണ് അവരുടെ ഇടയിലേക്ക് കയറിക്കുന്നത്. അവരുടെ ഒരു വാദത്തിന് ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ചില ആളുകൾക്ക് ഒരു ടാക്റ്റ് ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പാലക്കാട് അടുത്ത് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് എന്നപ്പോൾ ഒരു ഭയങ്കര
തീവ്രവാദിയായ ഒരു മതവാദിയാണ്. അദ്ദേഹം കയറി ചെന്നപ്പോഴേ വധിക്കപ്പെടുന്നു, ഇടയ്ക്കേത് കയറാൻ പഠിക്ക കയറാനൊക്കെ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുന്നിരിക്കുന്നു, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഉടനെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, അല്ല ഞങ്ങൾ ഒരു 5 മിനിറ്റ് കയറി ഇരുന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു നിങ്ങൾ ക്രിസ്ത്യാനിയായി പോകുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ച പറഞ്ഞാൽ ക്രിസ്ത്യാനിയാകുന്നത്, രാത്രി ഉറപ്പുണ്ടായിരുന്നാൽ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. 1 മണിക്കൂർ പോയിരുന്നു വീഴും. അപ്പൊ അത് അവരോട് കൈകാര്യം ചെയ്യാനുള്ളതായിരിക്കും നമ്മുടെ ടാക്ടിക്സാണ്. പക്ഷെ നമ്മുടെ കഴിവുകൊണ്ടാണോ ആ സമയത്ത് ഉചിതമായ വാക്കുകൾ പറയാനായിട്ട് ദൈവം നമുക്ക് കൃപ തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സുവിശേഷ വേലയ്ക്ക് നമുക്കുള്ള ധൈര്യം എന്താന്ന് ചോദിച്ചാൽ, ഇവനെ ഒരു പക്ഷേ ദൈവം തെരഞ്ഞെടുത്തതാകുമോ, ഇവനെ ദൈവം തെരഞ്ഞെടുത്തതാകാൻ സാധ്യതയുണ്ടോ? കല്ലുമായി നിൽക്കുന്നതായിരിക്കുന്ന തർശോസുകാരനായ ശൗലിനോട് സുവിശേഷം പറയാൻ സ്തെഫാനോസിന് ഒഴുക്കം കിട്ടിയ എന്താണ്? ഇവനെ ഒരു പക്ഷേ ദൈവം തെരഞ്ഞെടുത്തതായാലോ. സ്തെഫാനോസ് കൊണ്ട് മരിച്ചെങ്കിലും അവനെ ദൈവം തെരഞ്ഞെടുത്തതായിരുന്നു. സ്തെഫാനോസ് പ്രസംഗിച്ച വചനം ശൗൽ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടെന്നറിയാമോ? കല്ലെറിയുമ്പോ സ്തെഫാനോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവദൂതന്റെ മുഖം പോലെ ആ മുഖം ശോഭിച്ചു എന്നാണ്. ദമസ്കോസിന്റെ വാതിൽ കവിളിച്ച് അതേ തേജസ് അവന്റെ മുഖത്തേക്ക് ദൈവം അടുപ്പിച്ചു. അപ്പോ അവൻ ഓർമ്മ വന്നു, സ്തെഫാനോസിന്റെ മുഖത്ത് കണ്ട ആ പ്രകാശം, ഞാൻ യേശുക്രിസ്തുവിനെ കാണുന്നു എന്ന് പറഞ്ഞു. ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ നസ്രായൻ യേശുവാണ്, സെറ്റിലെന്ന് പറഞ്ഞു. കാര്യം ശരിയാക്കിയിരിക്കുന്നു. സ്തെഫാനോസ് പ്രസംഗിച്ച ക്രിസ്തുവാണ്. ആ തേജസ് ഞാൻ കണ്ടു. സ്തെഫാനോസിന്റെ മുഖത്തെ തേജസ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. അവൻ അന്ന് രാത്രിയല്ലേ അന്ന് പകൽ പ്രസംഗിക്കാനുള്ള ധൈര്യം. ആ ധൈര്യമാണ് നമുക്കുള്ള സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ. പ്രാർത്ഥിക്കും, കർത്താവെ നീ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ചില ആത്മാക്കളുടെ അടുക്കലേക്ക് ഞങ്ങളെ നയിക്കണം. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്, തിരഞ്ഞെടുക്കാത്തവർക്കും ആവശ്യമാണ്. തിരഞ്ഞെടുക്കാത്തവർക്കാണ് കൂടുതൽ ആവശ്യം. തിരഞ്ഞെടുത്തവർക്ക് ദൈവം അത് കൊടുത്തോളും, ഇന്നല്ലേ നാളെ കൊടുക്കും. ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഒരു പാപിയും ദൈവത്തോട് ഇത് പറയാനിടയാകരുത്, നീ എന്നോട് സുവിശേഷം പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. ആ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. മുന്നറിയിപ്പിന്റെ കാഹളം ഊതിയിരുന്നെങ്കിൽ ഞാനും രക്ഷപ്പെട്ടേനെ, പക്ഷേ ഊതിയില്ല. എന്താ പറയുക, നീ ഊതിയില്ലല്ലേ, നിന്നെ തിരഞ്ഞെടുപ്പിന്റെ കാഹളം കൊണ്ടല്ലേ നിർത്തിയ, നീ ഊതാഞ്ഞ എന്താ? അവന്റെ രക്തം നിന്റെ മേലാണ്. ആ രക്തം നമ്മുടെ മേൽ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ പോയി കാഹളം ഊതുന്നത്. അപ്പൊ സുവിശേഷ വേലയ്ക്ക് നമുക്ക് തരുന്നതായിരിക്കും നമുക്കുള്ള ഉറപ്പ് എന്താന്ന് ചോദിച്ചാൽ, ദൈവം ചിലരെയൊക്കെ മുന്നറിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രശ്നം ഇതേ ഉള്ളൂ, ആറ്റിൽ ഇഷ്ടം പോലെ മീനുണ്ടെന്ന് പറഞ്ഞാൽ വീശാത്തവന് കിട്ടുമോ? വേറെ ഉപദേശക്കാരൊക്കെ വന്ന് വീശി വീശി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നല്ല ഉപദേശിച്ച് നല്ല വലയൊക്കെ വെച്ചുകൊണ്ട് നീ തിരിക്കുക, വീശണം വീശണം, വീശാതിരിക്കില്ല, വീശണം, നമുക്കും വീശണം അല്ലേ? എന്നാ വീശുന്നേ? എന്താ പിന്നെ വീശാൻ താമസം? ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് നമുക്കുള്ളതായിരിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആ ദൈവിക തെരഞ്ഞെടുപ്പാണ്. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 2:10 പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, വായിച്ച്. 2 തിമോത്തിയോസ് 2:10 തന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക്, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടേണ്ടതിന് എന്ത് ചെയ്യുന്നു? ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ ഈ കഷ്ടപ്പെട്ട് പൗലോസ് ഞാൻ ഫിലിപ്പിയിലും കൊലോസിയിലും തെസലോനിക്കയിലും ഇങ്ങനെ പട്ടണങ്ങളിലെല്ലാം ഞാൻ നടന്ന് കഷ്ടം സഹിക്കുക, മഞ്ഞിലും മഴയിലും വെയിലിലും കല്ലേറ് കൊണ്ടും ഇങ്ങനെ ഞാൻ കഷ്ടമായി. എന്തിനു വേണ്ടിയാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രക്ഷ കിട്ടേണ്ടതിന് വേണ്ടി. തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. പക്ഷെ ആ രക്ഷ അവർക്ക് കിട്ടണമെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ കഷ്ടം സഹിക്കണം. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ കഷ്ടം സഹിക്കുന്ന വേലയാണ്. 10,000 പേർക്ക് വിരുന്നൊരുക്കുന്നതാണോ 10,000 പേർക്ക് വിരുന്ന് വിളമ്പി കൊടുക്കുന്നതാണോ? ഏതാ പ്രയാസം? 10,000 പേർക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞെന്ന് വിചാരിച്ചു, ഒരു 15 മണിക്കൂർ തുടർച്ചയായിട്ട് വിളമ്പണം. 1000 പന്തികൾ വന്നിരുന്നിട്ട് പോകും, 100 പേര് 100 പേര് ഉള്ളവർക്ക് എല്ലാം വിളമ്പിക്കണം. ഓരോരുത്തരും പന്തി വന്ന് ഒരാൾ പന്തി എഴുന്നേക്കാതിരിക്കുക, മറ്റൊരു പന്തി ഇരുന്ന് ഉടനെ തന്നെ ഇലയിട്ട് ഉടനെ തന്നെ ചോറ് വിളമ്പി കറി വിളമ്പി അവർ കഴിച്ച് കഴിഞ്ഞ് പോയ ഉടനെ തന്നെ 5 പന്തി വന്ന് വിളമ്പി. വെപ്പുകാരനാണോ വിളമ്പുകാരനാണോ കൂടുതൽ ക്ഷീണിക്കുന്നത്? വിളമ്പുകാരെന്നാ എനിക്ക് തോന്നുന്നത്. വെപ്പുകാരൻ കർത്താവാ, വിളമ്പുകാരൻ നമ്മളാ. കാലുവരിലെ ക്രൂശിൽ കർത്താവ് രക്ഷ ഒരുക്കി, വിളമ്പാൻ നമ്മുടെ തന്നിരിക്കുന്നു. നമ്മൾ ചോറും വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, നല്ല ചോറ് നല്ല കറി ഒന്നാന്തരം ഊണ്, അവിടെ ഇരുന്നു വിളമ്പില്ല. വേണേ വന്നെടുത്ത് കഴിച്ചോ,
എന്ന് പറയുന്ന വിളമ്പുകാരാണ് നമ്മൾ. വേണേ വന്നെടുത്ത് കളയും. ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ കഴിഞ്ഞ മാസം ഒരാളോടെങ്കിലും? പിന്നെ എന്തിനാ നിങ്ങളെയൊക്കെ രക്ഷിച്ചത്? എന്നാ ആവശ്യത്തിന് രക്ഷിച്ചത്? നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിയില്ലേ? എന്ത് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓരോ ജോലികൾ ചെയ്യുന്നത്? സുവിശേഷത്തിന് വേണ്ടി മാത്രമല്ലേ ഉള്ളൂ കഷ്ടപ്പെടാത്തത്. അപ്പൊ പൗലോസ് പറയാണ്, എന്താണ് ദൈവത്തിന്റെ രക്ഷ വൃതന്മാർക്ക് ലഭിക്കേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നു. അതൊരു ചെറിയ പ്രസ്താവനയല്ല. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു. എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെയാ പറയുന്നത്. ഞാൻ കണ്ടു എന്നാ പറയുന്നത്. എണ്ണിക്കൂടാത്ത ഇവരെല്ലാം അവിടെ വന്നു ചേരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒന്നീ ഏലിയാവും മോശയും 2 സാക്ഷികൾ സുവിശേഷം പറഞ്ഞ് 144,000 പേര് സുവിശേഷം പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ സുവിശേഷം പറഞ്ഞ് അവരെല്ലാം അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ അവരെല്ലാം എത്തിച്ചേരുന്നത് ആരെങ്കിലും സുവിശേഷം അവരോട് പറഞ്ഞിട്ടാണ് ഈ പുരുഷാരം അവിടെ എത്തിച്ചേരുന്നത്. നമുക്കുള്ളതായിരിക്കുന്ന ഉറപ്പ് എന്താണെന്നറിയോ? സുവിശേഷം പറഞ്ഞാൽ ഒരു പുരുഷാരം വരുമെന്നുള്ളതാ. ഇന്നല്ലേ നാളെ വരുമെന്നുള്ളതാ. പലതുള്ളി പെരുവെള്ളമെന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞു പോലാണ് ഓരോ ആത്മാവേ അധികം ഒരാത്മാവേ സമം എണ്ണിക്കൂടാത്ത പുരുഷാരം. അങ്ങനെ ഈ മാരാമണ കൺവെൻഷന് വരുന്ന ആളുകളെല്ലാം ഒരുമിച്ചാന്ന് വരുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാന്ന് വരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ വരുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ എന്താ ഉള്ളത്? അതുപോലെ സുവിശേഷവും രക്ഷിക്കപ്പെടുന്ന ഒറ്റയ്ക്കൊറ്റയ്ക്കാ. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു മഹാസഭ. അപ്പൊ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി വരെ രക്ഷിക്കണ്ടേ? അവിടെ പോയിട്ട് അങ്ങ് രക്ഷിക്കാൻ ആരും കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഒരാൾ രക്ഷിക്കപ്പെടുക. അത് നിങ്ങൾ നിരാശപ്പെടരുത്. സുവിശേഷ വേലയ്ക്ക് 2 ഭാഗം കുരിന്തിലേഖനത്തിൽ 2 അധ്യായത്തിൽ പറയുന്നുണ്ട്. ചിലരുടെ ഇടയിൽ ഞങ്ങൾ നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവാസനയായ യാഗവും, ചിലർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവാസനയായ യാഗവുമാണ്. നശിച്ചു പോകുന്ന നരകത്തിലേക്ക് പോകുന്നവർക്ക് ആത്മീയ മരണത്തിൽ നിന്നും നിത്യമരണത്തിലേക്കുള്ള യാഗമാണ് ദൈവത്തിന് കഴിക്കുന്നത്. കാരണം അവർ ഇവിടുത്തെ ആത്മീയ മരണമുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർ പോകുന്ന നിത്യമരണത്തില്ല. സുവിശേഷം വിശ്വസിച്ചില്ല. വിശ്വസിക്കുന്നവരോ ഇപ്പൊ ജീവനോടിരിക്കുന്നവര് ജീവനിൽ നിന്നും നിത്യജീവനിലേക്ക് കിടക്കുക. 2 വിധത്തിലായാലും എന്താ? ദൈവത്തിന് ആരാധന. പിന്നെ നമ്മൾ എന്തിനാ രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമാണ്. പിന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ജോലി ചെയ്താൽ ആ ജോലി നഷ്ടമായാലും ലാഭമായാലും വൈകിട്ട് നിങ്ങളുടെ ബാങ്കിൽ 1000 രൂപ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ ഈ കൃഷി ലാഭമാകുമോ നഷ്ടമാകുമോ നിങ്ങളെന്താ വിഷമിക്കുന്നത്? പന്നി കയറി പോകില്ല, അത് ഉടമസ്ഥൻ വിഷമിച്ചോളും. നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വൈകിട്ട് 1000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ലാഭമായാലും നഷ്ടമായാലും ഉടമസ്ഥൻ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്താൽ മതി, നിങ്ങൾക്ക് വൈകിട്ട് 1000 രൂപ നിങ്ങളെ ഉറപ്പാണ്. പിന്നെ നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് എല്ലാം പന്നി നിന്ന് പോവാ, ഞാൻ നാളെ ജോലിക്ക് പോകുന്നില്ല. അത് നീ എന്തിനാ ജോലിക്ക് വേണ്ടി വരുന്നത്? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നേ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. സാറേ ഒരു ജോലി തരുമോ അങ്ങനെ ഒരുത്തൻ ഒരിക്കലും ഒരു കമ്പനി ചെന്ന്, സാറേ ജോലിയൊന്നുമില്ല, വീട്ടിൽ പട്ടിണിയാണ്, ജോലി തരാമെന്ന് ചോദിച്ചു. തരാമല്ലോ എന്ന് പറഞ്ഞു. നീ ആത്മാർത്ഥമായ ജോലി ആഗ്രഹിക്കുന്നതാണോ? ആണ്. നിനക്ക് എത്ര രൂപ വേണം കൂലി? എനിക്ക് വൈകിട്ട് 500 രൂപ കൂലി വേണം. തരാം ഓരോന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് പോയി റോഡിന്റെ ഒരു സൈഡിൽ കിടന്ന ഒരു കല്ല് പറഞ്ഞ് ഈ കരിങ്കല്ലെല്ലാം വാരി നീ എന്ത് ചെയ്യണം? ഓരോന്ന് പറക്കി എടുത്ത് ഈ റോഡിന് ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവെക്കണമെന്ന്. അവൻ വളരെ താല്പര്യത്തോടെ കൊണ്ടുവച്ചു. സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാൾ ഉത്സാഹമായിട്ട് കൊണ്ടുവച്ചിട്ട് അവൻ വന്ന് പറഞ്ഞു, കഴിയുമ്പോൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. കഴിയുമെന്ന് പറഞ്ഞു. വന്നിട്ട് അയാളെ പുറത്ത് വന്ന് നോക്കി പറയും, വെരി ഗുഡ് യു ആർ എ ഗുഡ് വർക്കർ. ഇനി ഈ കല്ലെല്ലാം പറക്കി പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പൊ അവന് തോന്നി ഇവന് വട്ടാണെന്ന് തോന്നി. എങ്കിലും നമുക്ക് കാശ് കിട്ടുന്ന കൊണ്ടുവച്ചു. അത്രയും സ്പീഡിലല്ല ചെയ്തെങ്കിലും ചെയ്തു. എന്നിട്ട് വന്ന് പറയണമെന്ന് പറഞ്ഞു. എന്ന് സാറെ ചെയ്തെന്ന് പറഞ്ഞു. അയാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, വെരി ഗുഡ് എന്ന് പറയും. ഇനി ആ കല്ലെല്ലാം പറക്കി തിരിച്ചു കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഉടനെ ചോദിച്ചു, ഇയാൾക്ക് വട്ടാന്നോടൊന്ന് ചോദിച്ചു, ഭ്രാന്താന്ന് ചോദിച്ചു. കല്ല് അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇനി അങ്ങോട്ട് കൊണ്ടുപോയി, എന്താണോ ഇതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുകയല്ലേ, നിങ്ങൾക്ക് 500 രൂപ ശമ്പളം വേണമെന്ന് പറഞ്ഞു, അധികം തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നാ ജോലി ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് വിഷയമാണെന്ന് ചോദിച്ചു. നഷ്ടം എനിക്കല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ജോലി വേണ്ട ആളല്ല. ജോലി വേണ്ട ആളാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ എടുത്തിട്ട് പിന്നെ വന്ന് പറയും, സാറേ ഒന്നുകൂടെ പറക്കി മാറ്റി വെക്കട്ടെന്ന് ചോദിക്കും. എന്ത് ചോദിക്കും? നിങ്ങൾ ജോലി വേണ്ട ആളല്ല. നമ്മൾ അതുപോലെയാണ്. സുവിശേഷ വേലയൊന്നും ചെയ്യുന്ന ആളുകളൊന്നും അല്ല. നമ്മൾ ഒരു പ്രാവശ്യം കല്ലപ്പുറത്ത് മാറ്റി വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ കർത്താവ് വീണ്ടും പോയി സുവിശേഷം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി അവന്റെ പടിക്ക് പോയി, അവന് മുഖം ഇത്രയും വീർത്തി ഞാൻ കണ്ടതാ.
ചിലവർ ഉപജീവനമാർഗം ഇല്ലാതെ ഇറങ്ങിയിരിക്കുക സുവിശേഷത്തിനെന്നും പറഞ്ഞ് വല്ല വീട്ടിലും കയറി ചായയും കാപ്പിയും കുടിച്ച് പോകാൻ എന്ന് അയാൾ ബാക്കി ഞാൻ കേട്ടതാണ്. ഈ ആഴ്ച പിന്നെ അയാളുടെ വീട്ടിൽ മാറ്റി. നിന്നോട് സുവിശേഷ വേദിക്ക് നീ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ആത്മാവിനെ രക്ഷിക്കുന്ന ചിലപ്പോൾ 10 പ്രാവശ്യം നീ പോയി കഴിഞ്ഞാൽ നീ പോവും. നമ്മൾ പറയും അങ്ങനെ പോകുന്നില്ലെന്ന് പറയും. അങ്ങനെ പോകുന്നു. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? ബാത്റൂമിൻ്റെ അകത്തൊരു ബക്കറ്റും എടുത്തുകൊണ്ട് പോയി വെള്ളം നിറച്ചിരിക്കുക, എന്നിട്ട് ചൂണ്ട അതിൻ്റെ അകത്തിട്ടിരിക്കുക. എന്നിട്ട് കടലിൽ നിന്ന് മീൻ ചാടി വന്ന് ഈ ബക്കറ്റിൻ്റെ അകത്ത് ചാടിയിട്ട് നമ്മുടെ ചൂണ്ടയെ കുത്തിയിട്ട് പിടിച്ചു പിടിച്ചു. അങ്ങനെ ആത്മാക്കൾ സഭയെ പറഞ്ഞൊന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നടക്കൂല, നടക്കൂല. ഈ ദൈവത്തിന്റെ ഈ മുൻനിർണയവും തെരഞ്ഞെടുപ്പും ഒക്കെ പഠിച്ച ആളുകൾക്ക് ആത്മാക്കൾക്ക് പുറകെ പോകാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം ദൈവം അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. ട്രഷർ ഹണ്ട് പോലെയാ. ട്രഷർ ഹണ്ടിന് ഇറങ്ങിയാൽ എങ്ങനെയാ? ഈ എവിടെയാ ട്രഷർ കൊണ്ടെന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന അറിയില്ല. നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാ പിള്ളേരും പോയി ആ കല്ല് തുറക്കുന്നു, ഈ കല്ല് നോക്കുന്നു, അവസാനം അങ്ങനെ നോക്കി എല്ലാ കല്ലും നോക്കി അവസാനം വരുമ്പോഴാണ് ഒരു കല്ല് എടുക്കുമ്പോൾ അതിൻ്റെ കീഴിലിരിക്കുന്നത്. കിട്ടിപ്പോയി. ആദ്യം അങ്ങോട്ട് ചെന്ന് ഇളക്കുന്ന കല്ലിന്റെ കീഴിൽ തന്നെ ആയിരുന്നെങ്കിൽ എന്തോ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ കിട്ടൂല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ സുവിശേഷ വേലയ്ക്ക് നമുക്ക് വലിയ താല്പര്യം നമുക്ക് നൽകും. അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലുള്ള അചഞ്ചലതയാണ്. പ്രതികൂല സാഹചര്യങ്ങളിലുള്ള അചഞ്ചലത. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം വായിക്കുമ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി. ഇതറിയാവുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ്. ദൈവപ്രകാരം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും. അതാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മൾ എടുത്ത് ഉരലിൻ്റെ അകത്തിട്ട് ഇടിച്ച് പൊടിച്ച് പിന്നെ അരകല്ലെ വെച്ച് അരച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഉരുട്ടി പിന്നെ പരത്തി എല്ലാം അവസാനം വരുമ്പോൾ ദൈവം പറഞ്ഞാൽ ഒന്നാന്തരം പലഹാരമാണ്. ഒന്നാന്തരം പലഹാരമാണ്. ദൈവത്തിന്റെ കരത്തിൽ രചിക്കപ്പെട്ട ഒന്നാന്തരം പലഹാരങ്ങളാകണമെങ്കിൽ ഉരലിൻ്റെ അകത്തിട്ട് ഇടിക്കുകയും അരകല്ലെ വെച്ച് അരയ്ക്കുകയും മിക്സിയിലിട്ട് പൊടിക്കുകയും ഒക്കെ ചെയ്തെങ്കിലേ ഒക്കൂ. അരിയായിട്ട് തന്നെ ഇരുന്നാൽ കർത്താവ് പറഞ്ഞുകൊണ്ടല്ലോ, മണി ഗോതമ്പ് കൊണ്ട് ചാകുന്നില്ലെങ്കിൽ അറയ്ക്കകത്തുനിന്നെല്ലാം അങ്ങനെ തന്നെ കിടക്കും, കൊയ്ത്തുണ്ടാവില്ല. ഈ മണി മണ്ണിൽ വീണ് ചത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു പുതിയ ജീവൻ പുറത്തു വരൂ. അപ്പം നമ്മളും അതാണ്. നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ അറകളിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഫലമുണ്ടാവില്ല. മറിച്ച് കഷ്ടപ്പെടുവാനും മരിക്കുവാനും നാം സന്നദ്ധരാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? ഫലമുണ്ടാവും. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള ഉറപ്പുണ്ട്, സകലവും നന്മയ്ക്കായി കൂടി. എന്തൊക്കെ ഇടിച്ചു പൊടിച്ച് നടന്നാലും, യോബിനെ പോലെ എന്തൊക്കെ ഇടിച്ചു പൊടിച്ച് നടന്നാലും അവസാനം നമ്മുടെ കണ്ണെവിടെയാണ്? കർത്താവ് ഇതിന്റെ അന്ത്യം എന്താക്കും എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അന്ത്യം എന്തായിരിക്കും? മനോഹരമായിരിക്കും. അന്ത്യം മനോഹരമായിരിക്കും. അങ്ങനെ തന്നെ ആകട്ടെ. അപ്പൊ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഉപദേശം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് രക്ഷയുടെ ആ നിർണയത്തെ പറ്റിയുള്ള ആ ഒരു ആശ്വാസവും സുരക്ഷിതത്വവും മാത്രമല്ല, സുവിശേഷ വേലയ്ക്കുള്ളതായിരിക്കുന്ന ഒരു ധൈര്യവും പ്രതികൂല സാഹചര്യങ്ങളിൽ അചഞ്ചലമായി മുന്നോട്ട് പോകുവാനുള്ളതായിരിക്കുന്ന ആ ഒരു കൃപയും ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് ഈ ഉപദേശം നമുക്ക് അനുഗ്രഹമാകട്ടെ. നാം ആയില്ല, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിന്റെ ഉപദേശം അടുത്ത ആഴ്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.